വേസ്റ്റാട്ടോ, ബാത്റൂമിൻ്റെ ഉള്ളിലൊക്കെ ചളി പിളിയാണ്. ക്ലീനാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫുൾ അടിച്ചു വാരി ക്ലീൻ ആക്കുന്നുണ്ട്. കിട്ടിയാറ് വന്ന് ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്ത് കേട്ടോ. ഇവിടെ പോകുന്നുണ്ട്. ഏകദേശം 108 km/h ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ലീപ്പർ കമ്പാർട്ട്മെന്റാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്ലീപ്പറും ജനറലും തന്നെയാണ്. സ്ലീപ്പറാണ് കോച്ച്, എന്നിട്ടും തിരക്ക് കണ്ടില്ലേ. ഇവിടെ ടിക്കറ്റ് എടുക്കുന്നോ എടുക്കാത്തൊക്കെ കണക്ക് തന്നെയാണ്. അതാണ് ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇതുപോലത്തെ ഒരു സംഭവം കാണുന്നത് കേട്ടോ. ഫേസ് ടു ഫേസ് വീഡിയോ എൻക്വയറി ഒരു റെയിൽവേ സ്റ്റേഷനിൽ എടുത്ത് നല്ലൊരു കാഴ്ച കേട്ടോ. ചോദിക്കുന്ന കൂഴമുട്ട പുഴുങ്ങിങ്ങനെ തോല് പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊരു പൊടിയിട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ കൂടെ എഴുതിയിട്ടുണ്ട് ലഗേജിൻ്റെ വെയിറ്റും അതിൻ്റെ ചാർജും ഒക്കെ കേട്ടോ. പിന്നെ 1 മുതൽ 16 വരെയുള്ള പ്ലാറ്റ്ഫോമുകളാണ് ഈ സെക്ഷനിലുള്ളത്. ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് നമസ്കാരം. ഞാനിപ്പം ബീഹാറിലുള്ള റെക്സോൾ റെയിൽവേ സ്റ്റേഷനിലാണ്. ഞാനിവിടുന്ന് വെസ്റ്റ് ബംഗാളിലുള്ള ഹൗറയിലേക്ക് പോവുകയാണ്. ഞാൻ പോകുന്ന ട്രെയിൻ മിഥില എക്സ്പ്രസ് ആണ് കേട്ടോ. അതായത് റെക്സോൾ റെയിൽവേ സ്റ്റേഷൻ എടുത്തിട്ട് ഹൗറ വരെ പോകുന്ന ഒരു ട്രെയിനാണ്. ഏകദേശം 18 മണിക്കൂർ വരുന്ന ഒരു യാത്രയാണ്. ട്രെയിൻ നമ്പർ വരുന്നത് 130-22 അപ്പോൾ ഞാൻ സ്ലീപ്പർ ടിക്കറ്റാണ് എടുത്തത്. എനിക്ക് തൽക്കാലമാണ് കിട്ടിയത്. ഏകദേശം 502 രൂപയാണ് കേട്ടോ ബുക്കിംഗ് ചാർജ് അടക്കം. ഈ ഒരു വീഡിയോയിൽ ഞാൻ റെക്സോളിൽ നിന്ന് ഹൗറ വരെ പോകുന്ന കാഴ്ചകളായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അടക്കം ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ കാണുന്നതാണ് കേട്ടോ റെക്സോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഭാഗം. കണ്ടല്ലേ, ഞാൻ നേപ്പാൾ പോകാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് ഇറങ്ങിയിരുന്നത്. അപ്പോൾ നിങ്ങൾ നേപ്പാളിലെ കാഠ്മണ്ഡുവിലേക്കൊക്കെ പോവുകയാണെങ്കിൽ റെക്സോളാണ് ഏറ്റവും അടുത്തായിട്ടുള്ള സിറ്റി വരുന്നത്. പിന്നെ ആ സൈഡിൽ കുറേ ഇലക്ട്രിക് ഓട്ടോസും പിന്നെ കുതിരവണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എൻ്റെ ട്രെയിൻ ഇവിടുന്ന് 10:10 അപ്പം എന്തായാലും പ്ലാറ്റ്ഫോമിലേക്ക് കയറാം. അപ്പോൾ നമ്മുടെ ട്രെയിൻ നമ്പർ ഉണ്ടല്ലേ 130-22 മിഥില എക്സ്പ്രസ്. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട് കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ട്രെയിൻ അരമണിക്കൂർ മുന്നേ സ്റ്റേഷനിൽ വന്നു കേട്ടോ. അപ്പോൾ സമയം 9:30 ആയിട്ടുള്ളൂ. 10:10 ഇവിടുന്ന് എടുക്കുക. അപ്പോൾ എൻ്റെ കോച്ച് S4 ആണ്. S4 അപ്പർ ബർത്ത് സീറ്റ് നമ്പർ 3 ഞാൻ ബുക്ക് ചെയ്തത്. അപ്പോൾ ട്രെയിൻ ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഫുള്ള് വേസ്റ്റാണ്, നിലത്ത് മുഴുവൻ കച്ചറയാണ് കണ്ടല്ലേ. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അവർ വന്നിട്ട് ക്ലീൻ ആക്കുമെന്നാണ് തോന്നുന്നത്. ഏകദേശം അരമണിക്കൂറിൻ്റെ അടുത്തുണ്ട് ഇവിടെ സ്റ്റോപ്പ്. ഫുള്ള് വേസ്റ്റാട്ടോ, ബാത്റൂമിൻ്റെ ഉള്ളിലൊക്കെ ചളി പിളിയാണ്. പിന്നെ ഈ ഏരിയയിലൊക്കെ വേസ്റ്റാണ്. ഇതുവരെ ആരും ക്ലീൻ ആക്കാനൊന്നും വന്നില്ല കണ്ടല്ലേ. തമ്പാക്കിൻ്റെ വേസ്റ്റൊക്കെയാണ് ഉള്ളത്. അപ്പം ക്ലീൻ ആക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇവിടുന്ന് എടുക്കുന്ന ട്രെയിനാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളൂ. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അവിടെ എടുക്കുള്ളൂ. തിരിച്ച് ഹൗറയിലേക്ക് പോവാം. അപ്പം അതിനു മുന്നേ ക്ലീൻ ആക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മുടെ ട്രെയിൻ ഇതാ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നു കേട്ടോ. ഫുൾ അടിച്ചു വാരി ക്ലീൻ ആക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ബാത്റൂമും പിന്നെ കോച്ചിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ടോയ്ലറ്റൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആക്കിന് കേട്ടോ. 2 ടോയ്ലറ്റും. ഇത് യൂറോപ്യനാണ്, മറ്റേത് ഇന്ത്യനാണ്. അപ്പുറത്തുള്ളത് സെക്കൻഡ് AC ആണ് കേട്ടോ. അപ്പം അതിൻ്റെ അടുത്തുള്ള കോച്ചാണ് എൻ്റെത്. ഞാൻ സ്ലീപ്പറാണ് ബുക്ക് ചെയ്ത്. ഗൈസ്, നമ്മളിതാ ബീഹാറിലെ റെക്സോളിൽ നിന്ന് വിട പറയുകയാണ്. 10:10 എടുക്കേണ്ട ട്രെയിനാണ്. 10:19 എടുത്തത്.
ഞാൻ നാളെ രാവിലെ 4 മണിക്കാണ് ഹൗറ റെയിൽവേ സ്റ്റേഷനിൽ എത്തുക. ഏകദേശം 18 മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സ്ലീപ്പർ ബുക്ക് ചെയ്തത്. നോർത്ത് ഇന്ത്യയിലത്തെ ജനറൽ യാത്രയ്ക്ക് നിങ്ങൾക്ക് അറിയുന്നതല്ലേ, അതുകൊണ്ടാണ് സ്ലീപ്പർ ബുക്ക് ചെയ്തത്. അപ്പം 18 മണിക്കൂർ ഈ മിഥില എക്സ്പ്രസ്സിലായിരിക്കും കേട്ടോ. ട്രെയിനിൽ ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ, ഫുള്ള് കാലിയാണ് ട്രെയിന്, വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ TTR വന്ന് ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്ത് കേട്ടോ. ഇതിപ്പോൾ നോർത്ത് ഇന്ത്യയിലായതുകൊണ്ട് തന്നെ കുറേ ലോക്കൽ ടിക്കറ്റ് എടുത്ത ആൾക്കാരൊക്കെ ഈ സ്ലീപ്പറിൽ കയറുന്നുണ്ട്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഏകദേശം 50 മിനിറ്റ് ലേറ്റായിട്ടാണ് ഓടുന്നത്. സഗൗലി ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്റ്റേഷനിലെത്തിയപ്പോൾ ട്രെയിനിൻ്റെ എൻജിൻ അങ്ങോട്ട് മാറ്റി. ഇപ്പം 50 മിനിറ്റ് ലേറ്റായിട്ടാണ് ഓടുന്നത്. പിന്നെ സ്ലീപ്പർ ക്ലാസ്സിലൊക്കെ ഫുള്ള് ജനറൽ ടിക്കറ്റ് എടുത്ത ആൾക്കാരായിട്ടാണ് കയറുന്നത്. TTR ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ബുക്ക് ചെയ്ത ആൾക്കാരെ ടിക്കറ്റ് മാത്രം കൺഫേം ചെയ്യണുള്ളൂ, പിന്നെ വേറെ ഒന്നും പറയുന്നില്ല. ഫുള്ള് ജനറൽ ടിക്കറ്റ് എടുത്ത ആൾക്കാർ കയറിയിരിക്കുകയാണ്. അതാണ് ഈ നോർത്ത് ഇന്ത്യയിലെ അവസ്ഥ. നമ്മളിപ്പം സ്ലീപ്പർ ബുക്ക് ചെയ്താലും ജനറൽ എടുത്താലൊക്കെ കണക്ക് തന്നെ ഏകദേശം. ഞാനിതുപോലത്തെ മൂങ്കാൽ കുറച്ച് വാങ്ങിയിരുന്നു കേട്ടോ, 5 രൂപേൻ്റെ പാക്കറ്റാണ്. ഇത് തിന്നാൽ നല്ല രസമാണ് വെറുതെ ഇരിക്കുമ്പോൾ. ട്രെയിൻ ഇപ്പോൾ നല്ല സ്പീഡ് പോകുന്നുണ്ട്. ഏകദേശം 108 km/h ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. നല്ല പോക്ക് പോകുന്നുണ്ട്. ഇതൊന്നും സ്ലീപ്പർ ബുക്ക് ചെയ്ത ആൾക്കാരല്ല. चलिए ना चलिए चलिए आगे बढ़ो भाई। അപ്പോൾ ഗൈസ് ഉച്ചയായി, വിശക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബ്രെഡ് വാങ്ങിയിരുന്നു. ബ്രെഡും പിന്നെ പീനട്ട് ബട്ടറും ഉണ്ട്, അത് കഴിക്കാൻ വിചാരിച്ചു. आदमी की जरूरत का तो होता है, टाइगर फुल हो जाता है हमको। अभी ना कर मेरा जैसे कि पटना जाता नहीं है, ठीक है। अब बात ये हो रही है नहीं बता रहे हैं, तो काम कर दी पर रात पर ये बात है कि जाएगा रात वाले ना 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 वाले लेगा भाई। हां वाले आता वजन का आड़ दे बढ़िया है। നമ്മുടെ ട്രെയിൻ കണ്ടല്ലേ, അല്ലെങ്കിൽ കേരള തിരക്കാപ്പോൾ നിങ്ങൾ കാണുന്നത്. സ്ലീപ്പറാണ് കോച്ച്, എന്നിട്ടും തിരക്ക് കണ്ടില്ലേ. ഇവിടെ ടിക്കറ്റ് എടുക്കുന്നതോ എടുക്കാത്തൊക്കെ കണക്ക് തന്നെയാണ്.
ഇപ്പോൾ ട്രെയിൻ ഏകദേശം 1 മണിക്കൂർ 9 മിനിറ്റ് ലേറ്റായിട്ടാണ് അവിടെ ഓടുന്നത്. അപ്പോൾ സമസ്തിപൂർ ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. 1 മണിക്കൂർ 9 മിനിറ്റ് ലേറ്റായിട്ടാണ് ഓടുന്നത്. സ്ലീപ്പറിൻ്റെ അവസ്ഥ എങ്ങനെയാണ്, ഈ ജനറലിൻ്റെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? ഒന്നും പറയാല്ല. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. पानी मिलेगा भाई, पानी। അങ്ങനെ നമ്മുടെ ട്രെയിൻ ഇതാ ബറോണി ജംഗ്ഷനിൽ എത്തിയിട്ടോ. ഇതാണ് ബറോണി ജംഗ്ഷൻ. പുറത്ത് ചെറിയ തോതിൽ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. 1 മണിക്കൂർ ലേറ്റായ ട്രെയിനാണ്. അവസാനം ഓടി ഓൺ ടൈമിൽ ഈ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്, ബറോണി ജംഗ്ഷനിൽ. ആദ്യമായിട്ടാണ് ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇതുപോലത്തെ ഒരു സംഭവം കാണുന്നത് കേട്ടോ. ഫേസ് ടു ഫേസ് വീഡിയോ എൻക്വയറി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ചോദിക്കാൻ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു മൈക്ക് ഉണ്ട്, പിന്നെ ഒരു ക്യാമറ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൂടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം അവിടെ നിന്ന് പറഞ്ഞു തരും കേട്ടോ. അല്ലേ, അതാണ് ഫേസ് ടു ഫേസ് വീഡിയോ എൻക്വയറി. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇവിടെ വന്ന് ചോദിച്ചാൽ മതി. സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനത്തെ ഒരു സംഭവം കേട്ടോ. ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നമ്മുടെ ട്രെയിനിന് 10 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ട്. അതുകൊണ്ട് പുറത്തിറങ്ങി ഒരു നല്ലൊരു കോഫി കുടിക്കാമായിരുന്നു. അപ്പോൾ അതാ ബറോണി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നല്ലൊരു കാഴ്ച കേട്ടോ. ഒരു പട്ടി, അതിൻ്റെ കുറേ കുട്ടികളും കൂടി ഇങ്ങനെ കിടക്കുന്നത് കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട് കേട്ടോ. അല്ലേ, ചെറിയ പട്ടിക്കുട്ടികൾ. നമ്മുടെ ട്രെയിനിൽ ആദ്യം വെള്ളം അടിച്ച് അതിനുശേഷം ഒരാൾ വന്നിട്ട് ഫുള്ള് വെള്ളം ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ട്രെയിന് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്തായാലും അവർ. സത്യം പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിപ്പോയിട്ടോ. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നല്ല തിരക്കായിരുന്നു ട്രെയിനിൽ. ഞാൻ എപ്പോഴും നോർത്ത് ഇന്ത്യൻ വഴിക്ക് ട്രെയിൻ ബുക്ക് ചെയ്യുമ്പോൾ അപ്പർ ബർത്താണ് ബുക്ക് ചെയ്യാറ്. കാരണം അപ്പർ ബർത്താകുമ്പോൾ പെട്ടെന്നൊന്നും ആരും നമ്മുടെ സീറ്റിൽ കയറിയിരിക്കില്ല. നമ്മൾ ലോവർ ബർത്തിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ എല്ലാവരും കയറിയിരിക്കും. അപ്പം അപ്പർ ബർത്ത് ആയതുകൊണ്ട് ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി. പിന്നെ ലഗേജും ഓൾമോസ്റ്റ് സേഫാണ്. പെട്ടെന്നൊന്നും ആർക്കും കൊണ്ട് എടുത്തുണ്ടാകാൻ പറ്റൂല. നമ്മൾ ബറോണി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിട പറയുകയാണ്. അവിടെ കുട്ടികൾ കളിക്കാനുണ്ടല്ലേ, എന്താ കഥ അവിടെ. ചെറിയ തോതിൽ തണുപ്പ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. സൂര്യൻ അസ്തമിച്ചു. പിന്നെ അവിടെ ലോക്കോൻ്റെ ഒരു മെയിൻ്റനൻസിൻ്റെ ഒരു ഷെഡ് ഉണ്ട്. ഇവിടെ കുറേ ട്രെയിനുകൾ നിർത്തിയിട്ടിട്ടുണ്ട്. ബറോണി നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഇതാ ഒരു റിവർ ക്രോസ് ചെയ്ത് പോവാണ് കേട്ടോ. അവിടെ അതാ പുതിയ പാലം ഉണ്ടാക്കുകയാണ്. അതിൻ്റെ സ്ട്രക്ചറൽ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പാലാണ് കേട്ടോ. നല്ല സൗണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഒന്നും പറയാതിരുന്നത്. ഏകദേശം 1 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് തോന്നുന്നുണ്ട് ആ പാലം. പക്ഷെ അടിപൊളി കൺസ്ട്രക്ഷൻ ആണ്, ഒന്നും പറയാനില്ല. പുതിയതവിടെ ഉണ്ടാക്കുന്നുണ്ട്, കണ്ടില്ലേ, സ്ട്രക്ചറുകളൊക്കെ കണ്ടില്ലേ. ഗൈസ്, ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ കേട്ടോ. പുറത്തൊക്കെ നല്ല രീതിയിൽ ഇരുടായിട്ടുണ്ട്, ഒന്നും കാണുന്നില്ല. അപ്പം നമ്മുടെ ട്രെയിൻ നാളെ രാവിലെ 4 മണിയാകുമ്പോൾ ഹൗറയിലെത്തും. ബാക്കി നമുക്ക് അവിടെ നിന്ന് കാണാം. കോഴിമുട്ട പുഴുങ്ങിയത് കേട്ടോ വിൽക്കുന്നത്. കോഴിമുട്ട പുഴുങ്ങിയത് ഞാൻ തോല് പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊരു പൊടിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഗൈസ് 4:15 നമ്മുടെ ട്രെയിന് ഹൗറയിലെത്തിട്ടോ. ഹൗറ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ്. അതുപോലെ തന്നെ ഏറ്റവും തിരക്ക് പിടിച്ച റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ.
അപ്പോൾ നമ്മുടെ ട്രെയിൻ വന്നിരിക്കുന്നത് പ്ലാറ്റ്ഫോം നമ്പർ 14-ലാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ റെയിൽവേ സ്റ്റേഷനുള്ളിലത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നിങ്ങളുടെ ലഗേജൊക്കെ ഇവിടെ പോർട്ടർമാർ കൊണ്ടുപോകും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്, ലഗേജിൻ്റെ വെയിറ്റും അതിൻ്റെ ചാർജൊക്കെ കേട്ടോ. ഇത് 14-ാമത്തെ പ്ലാറ്റ്ഫോമാണ്. പിന്നെ ഈ ഹൗറ റെയിൽവേ സ്റ്റേഷനിൽ 23ഓളം പ്ലാറ്റ്ഫോമുകളുണ്ട് കേട്ടോ. പിന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ മെട്രോ സ്റ്റേഷൻ ഉണ്ട്. കണ്ടില്ലേ, നമ്മുടെ ചെന്നൈയിലൊക്കെ കാണുന്ന ഒരു എൻഡാണ് ഇവിടെ, റെയിൽവേ സ്റ്റേഷൻ്റെ എൻഡാണ്. ട്രെയിൻ ഇവിടെ വരെ ഉള്ളൂ. കണ്ടില്ലേ, നമ്മൾ വന്ന ട്രെയിനാണ് ആ കാണുന്നത് കേട്ടോ, മിഥില എക്സ്പ്രസ്. കണ്ടില്ലേ, റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ മെട്രോ സ്റ്റേഷൻ, അത് ഹൗറ മെട്രോ സ്റ്റേഷനാണ്. സമയം ഇപ്പോൾ 4:15 അതുകൊണ്ടാണ് അത് ഓപ്പൺ അല്ലാത്തത്. എനിക്ക് തോന്നുന്നു 6 മണിക്ക് ശേഷമാണ് ഓപ്പൺ തോന്നുന്നത്. പിന്നെ 1 മുതൽ 16 വരെയുള്ള പ്ലാറ്റ്ഫോമുകളാണ് ഈ സെക്ഷനിലുള്ളത്. 17 മുതൽ 23 വരെയുള്ള പ്ലാറ്റ്ഫോമുകൾ വേറെ സെക്ഷനിലാണ്. അതിതാ ഇവിടുന്ന് ഈ വഴിക്ക് ഇങ്ങനെ പോകണം. ഇതുണ്ടല്ലേ, ടു പ്ലാറ്റ്ഫോം നമ്പർ 17 to 23. പിന്നെ ഹൗറ മെട്രോ സ്റ്റേഷനിലേക്കൊക്കെ ഈ വഴിക്കായിട്ടാണ് പോകേണ്ടത്. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ ഇവിടെ റെസ്റ്റ് എടുക്കാനുള്ള കുറേ സ്പേസ് ഒക്കെ ഉണ്ട്. കുറേ ആൾക്കാർ ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ചെന്നൈയിൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കണ്ട രീതിയിൽ തന്നെ ഇവിടെ കുറേ ഷോപ്പുകളുണ്ട്. പിന്നെ ക്ലോക്ക് റൂം അവൈലബിൾ ആണ്. അപ്പർ ക്ലാസ് വെയിറ്റിംഗ് ഹാൾ ഉണ്ട്. അത്യാവശ്യം വലിയ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. അല്ല, ഇവിടെ ക്ലോക്ക് റൂം ഉണ്ട്. അപ്പോൾ ഞാൻ ഹൗറ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. ക്ലോക്ക് റൂം തൊട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് 24 മണിക്കൂറിന് ക്ലോക്ക് റൂമിന് 30 രൂപയാണ്. പിന്നെ ലോക്കർ ചാർജ് ആണെങ്കിൽ 40 രൂപ. ഞാൻ ഓരോ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇവിടെ ഒരു AC റെസ്റ്റ് റൂം ഉണ്ട്. പിന്നെ അതാ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം കേട്ടോ. അവിടെ ഓട്ടോമാറ്റഡ് ആയിട്ട് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം ഇവിടെ ഉണ്ട്. നമ്മൾ ഹൗറ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കാണുന്ന മഞ്ഞ കളറുള്ള ടാക്സികളാണ്. അപ്പോൾ ഗൈസ്, ഇതാ ഇവിടെ ഇതുപോലത്തെ ഒരു നമ്മുടെ കോയമ്പത്തൂരൊക്കെ കണ്ട മാതിരത്തെ ഒരു ട്രെയിനിൻ്റെ എൻജിനൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ തന്നെ. ഈ കാണുന്നതാണ് ഹൗറ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഭാഗം. അത്യാവശ്യം വലിയ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഈ ഏരിയയിലാണ് 17 മുതൽ 23 വരെയുള്ള പ്ലാറ്റ്ഫോമുകൾ. പിന്നെ 1 മുതൽ 16 വരെയുള്ള ആ സൈഡിലാണ്. ഈ റെയിൽവേ സ്റ്റേഷനൊക്കെ ഒരു ആർക്കിടെക്ചറൽ ഭംഗിയൊന്ന് കണ്ടാൽ കേട്ടോ, ഒരു പ്രത്യേക വൈബുണ്ട്. നമ്മുടെ നാട്ടിലത്തെ റെയിൽവേ സ്റ്റേഷൻ മാതിരിയൊന്നും അല്ല. ഇങ്ങനെ നോക്കി നിന്ന് പോകും നമ്മൾ. അപ്പോൾ ഗൈസ്, ഞാൻ ഹൗറയിലെത്തി. ഹൗറ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാരണം മിഥില എക്സ്പ്രസ്സിലെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം നമ്മുടെ നാട്ടിലെ സ്ലീപ്പർ യാത്ര അല്ല, നോർത്ത് ഇന്ത്യയിലെ സ്ലീപ്പർ യാത്ര. അപ്പോൾ എന്തായാലും അത് എക്സ്പീരിയൻസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അടക്കം ലഭിക്കുന്നതാണ്. അപ്പോൾ കിടിലൻ ഹൗറയെത്തി കൊൽക്കത്തയെത്തി വീഡിയോകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മുഴുവൻ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളി കിടിലൻ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.